ഗൈസ്, ചില ട്രാൻസ്ഫർ വാർത്തകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തേത് എഡ്ഗർ മെൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള BFC സൈൻ ചെയ്യുന്നു, ആ ഒരു സൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ 90 സ്റ്റോപ്പേജാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കസിൻ്റെയൊക്കെ അതൊരു ഡൺ ഡീൽ എന്ന നിലയിൽ ട്വീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു താരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടോപ്പ് ക്ലാസ് സൈനിങ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 34-കാരനായുള്ള ഒരു താരം, ഒരു വിങ്ങറായിട്ടുള്ള താരമാണ്, ബേസിക്കലി ഒരു വിങ്ങറാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് കളിച്ചുകൊണ്ട് വന്നിരുന്നത് മെക്സിക്കൻ ടോപ്പ് ടയറിലാണ്. അവിടുത്തെ നക്കാക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ക്ലബ്ബിന് വേണ്ടി 30 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 2 അസിസ്റ്റും ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കോങ്കാഫ് റീജിയനിലൊക്കെ മത്സരത്തിൽ അദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പറഞ്ഞ പോലെ കോണ്ടിനെൻ്റൽ ലെവലിൽ ഇപ്പം സ്പെയിനിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പം സ്പാനിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ. അപ്പം കരിയർ തുടങ്ങുന്നത് തന്നെ റയൽ മാഡ്രിഡിൻ്റെ അക്കാഡമിയിൽ നിന്നാണ്. സോ റയൽ മാഡ്രിഡിൻ്റെ C ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചു. അതിനുശേഷം 2017 മുതൽ 2020 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മെക്സിക്കോയിൽ കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു മെക്സിക്കൻ സ്റ്റിൻ്റ് അതാണ്. അതിനുശേഷം വീണ്ടും സ്പെയിനിലോട്ട് തിരിച്ചുപോയി, വീണ്ടും തിരിച്ചു 2022 ഇപ്പം വീണ്ടും തിരിച്ചു വന്ന് അവിടെ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം മെക്സിക്കൻ ലീഗിലാണ് കളിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതലും ലാലീഗയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതാണ്ട് 150 മുകളിൽ ലാലീഗ മത്സരങ്ങൾ കളിച്ചു. അതിൽ 16 ഗോൾ 4 അസിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നീട് കൂടുതലും സ്പാനിഷ് തേർഡ് ടയറിലാണ് കളിച്ചിട്ടുള്ളത്. 100 മുകളിൽ മത്സരങ്ങൾ കാണാം. സെഗുണ്ടയിൽ 30 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. മെക്സിക്കൻ ലീഗിൽ ഇപ്പോൾ 100 മുകളിൽ മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കുന്നൊരു സമയത്ത് അദ്ദേഹം മോറോവർ ഒരു അസിസ്റ്റ് പ്രൊവൈഡറേക്കാൾ ഒരു ഗോൾ സ്കോറർ എന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലൊക്കെ കഴിഞ്ഞ ക്ലബ്ബിൽ കളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ ആ ഒരു നമ്പേഴ്സിൽ നോക്കുന്ന സമയത്ത് ഗോൾസിൻ്റെ ഒരു എണ്ണം കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാളിലെ ചില സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്തപ്പം മാദി തലാൽ നമ്മൾ മുമ്പ് സംസാരിച്ചാണ്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇന്നാണ് വരുന്നത്. ഒരു 2 ഇയർ ഡീലിലാണ് അദ്ദേഹം എത്തുന്നത്. സോ ടോപ്പ് പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ വർഷം ആണ് ഈ 26-കാരനുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പഞ്ചാബ് FC എത്തുന്നത്. 6 ഗോളും 10 അസിസ്റ്റും, ദി മോസ്റ്റ് നമ്പർ ഓഫ് അസിസ്റ്റ് കഴിഞ്ഞ സീസണിൽ ISL പ്രൊവൈഡ് ചെയ്ത പ്ലെയറാണ്. ഒരു കാര്യം ആലോചിക്കണം, അദ്ദേഹം വരുന്ന സമയത്ത് ഒരു വലിയ ഹൈ പ്രൊഫൈലൊന്നും ആയിട്ടല്ല വന്നത്. സ്പാനിഷ് തേർഡ് ടയറിലൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വലിയ നമ്പേഴ്സൊന്നുമില്ല. പക്ഷേ ISL അദ്ദേഹം ഒരു തീപ്പരി പെർഫോമൻസ് നടത്തിയെന്നുള്ളതാണ്. എന്താണെങ്കിലും അതുവഴി ഒരു 2 ഇയർ കോൺട്രാക്റ്റ് ഈ കൊൽക്കത്ത ക്ലബ്ബ് കൊടുക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോററായിട്ടുള്ള ദിമി ദേവൻഡക്കോസ് കളിക്കുന്നതും ഈസ്റ്റ് ബംഗാളിലാണ്. കഴിഞ്ഞ വർഷത്തെ ടോപ്പ് അസിസ്റ്ററായിട്ടുള്ള ഈ മാദി തലാലും കളിക്കുന്നതും അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളായിരിക്കും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പേടിപ്പെടുത്തുന്ന ഒരു മറ്റു ടീമുകളെ പേടിപ്പെടുത്തുന്ന ഒരു അറ്റാക്കിംഗ് കോംബോ ഒക്കെ ആകും. അതിനോടൊപ്പം ക്ലൈറ്റൻ സിൽവയൊക്കെ ഉണ്ട്. അപ്പം അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹിജാസി മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ ജോർദൻ സെൻറ്റർ ബാക്കിന് അവരൊരു 2 ഇയർ എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. കഴിഞ്ഞ സീസണിൽ 17 മാച്ചസോളമൊക്കെ ഈസ്റ്റ് ബംഗാളിനോടൊപ്പം കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അത്യാവശ്യം അവരുടെ ഒരു നല്ല പ്ലെയറായിട്ട് തന്നെ നിന്ന ഒരു പ്ലെയറാണ്. ഏഷ്യൻ പ്ലെയർ എന്ന നിലയിൽ വന്നതാണ്. അതാണെങ്കിലും ഒരു 2 ഇയർ എക്സ്റ്റൻഷൻ ഈ ഒരു താരത്തിനും കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. സോ ലോങ് ടൈം പ്രോജക്റ്റിലേക്കാണ് അവർ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു അപ്രോച്ച് നടത്തുന്നത്. ഇപ്പോൾ ദിമിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, മാദി തലാലിൻ്റെ കാര്യത്തിലും കണ്ടു, ഇപ്പം ഹിജാസി മെഹറിൻ്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യുമ്പോൾ കാണുകയാണ് സനിയ.